ഞാൻ അല്ല ആരിഫ്. ഞാനൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നു. അച്ചൂസ് ഗാർഡൻ എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. കൃഷി വീഡിയോസാണ് കൂടുതലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെണ്ട കൃഷി ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനൊരു പ്ലാസ്റ്റിക് ബാഗാണ് എടുത്തിരിക്കുന്നത്. ഗ്രോ ബാഗിൽ ഞാൻ നട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ എടുത്തിരിക്കുന്നത് ഗ്രോ ബാഗ് ഇല്ലാത്തവർക്കും കൃഷി ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗ്രോ ബാഗിലാവുമ്പം ഹോളുണ്ട്, പ്ലാസ്റ്റിക് ബാഗിലായതുകൊണ്ട് ഹോളില്ല. അതുകൊണ്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മടക്കി പിടിച്ച് സൈഡിലൊരു ഹോൾ ഇടും. ഇതുപോലെ രണ്ട് വശത്തും ഹോൾ ഇടാം. അതുപോലെ നടുക്കും ഒരു ഹോൾ ഇടാം. കണ്ടോ? ഇതുപോലെ ഹോൾ ഇടണം. അടുത്ത് നമുക്ക് മണ്ണ് നിറയ്ക്കാം. ഈ മണ്ണ് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും നേരത്തെ തന്നെ ഞാൻ മിക്സ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാരമോ വേറെ എന്തെങ്കിലും വളമോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാം. ഇനി അത് കോരി. ഞാനിപ്പോൾ ഇതാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം ഈ കവറിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക. കരിയില ഇട്ട മണ്ണും ലാഭിക്കാം, വെള്ളവും ലാഭിക്കാം. ഈ കരിയില കുറച്ച് കഴിയുമ്പം അഴുകി വളമായി ചേർന്നോളൂ. ഇനി നമുക്ക് കവറിലേക്ക് മണ്ണ് നിറയ്ക്കാം. മിക്സ് ചെയ്തിട്ടിരിക്കുന്ന മണ്ണ് നിറയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കണം. അങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക് ബാഗിൽ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ പാകി മുളപ്പിച്ച വെണ്ട തൈകളാണ്. ഇതിൽ നിന്ന് നമുക്ക് വേര് പൊട്ടാതെ ഒരെണ്ണം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ഇതുപോലെ വേരൊന്നും പൊട്ടാതെ മണ്ണോട് കൂടി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിനെ നമുക്ക് നേരത്തെ നിറച്ച് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബാഗിലേക്ക് നട്ടു കൊടുക്കാം. ആദ്യം ഇതുപോലൊരു കുഴി എടുക്കണം. ഇതിലേക്ക് നടണം. ഇനി നമുക്ക് മണ്ണ് നീക്കിയിട്ട് ഇതിനെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വലിയ പാത്രത്തിലൊന്നും എടുത്ത് ഒഴിച്ചു കൊടുക്കരുത്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഹോളിട്ടാണ്. ഒരുപാട് വെള്ളം വന്ന് വീണാൽ ഇപ്പം നട്ടല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് തെറിച്ച് പോകും. അങ്ങനെ നമ്മുടെ വെണ്ട നട്ട് കഴിഞ്ഞു. ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ അടുത്തൊരു കൃഷി വീഡിയോവുമായി കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബൈ. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്.